ദേവികയോട് സിദ്ധു എന്ന് പറ. സിദ്ധു പറഞ്ഞു അവൾ കേൾക്കും. സ്വന്തം ഭർത്താവ് വേറൊരു പെൺകുട്ടിയുമായി രാത്രി മുറിയിൽ കഴിയുന്നു. അത് ഭാര്യ അറിഞ്ഞു, നേരിട്ട് കണ്ടുപിടിച്ചു. ഇതാ സംഭവം. നമ്മൾ പിരിയുന്നു. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ സുഗമോ ദേവി പുതിയ പ്രമോദ് ദേവിക അങ്ങനെ ചന്ദ്രോത്ത് പാടി ഇറങ്ങുകയാണ്. അതേ കൂട്ടുകാരെ, ഇത് കുറച്ച് നേരത്തെ ആയിക്കൂടെ എന്നാട്ടോ പ്രേക്ഷകരുടെയൊക്കെ ഒരു ചോദ്യം. കാരണം ഇത്രയ്ക്കും സഹിച്ചും ക്ഷമിച്ചും നിൽക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ദേവികയ്ക്ക് അവിടെ ഇല്ല. അപ്പൊ എന്തായാലും നമ്മുടെ നന്ദൻ വേറൊരു പെണ്ണിന്റെ കൂടെ ഒരു രാത്രി മുഴുവൻ താമസിച്ചു എന്നറിയുമ്പോൾ നമ്മുടെ ദേവിക അല്ല ആരായിരുന്നാൽ കൂടെ ഇറങ്ങിപ്പോകും അല്ലെ. അപ്പൊ നമ്മുടെ പ്രഭാവതി സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, നിങ്ങളൊന്ന് സിദ്ധു ഒന്ന് സംസാരിക്കുക, സിദ്ധു സംസാരിച്ചാൽ ദേവിക പോകത്തില്ല, ഇവിടെ തന്നെ നിൽക്കും എന്ന് പറയുക കേട്ടോ. അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥൻ എടുത്തു വായിക്കും പ്രഭാവതിയോട് പറയുന്നുണ്ട്, ഇപ്പൊ ഞാനാണ് വേറൊരുത്തിയുടെ കൂടി ഇങ്ങനെ താമസിച്ച് വന്നിരുന്നെങ്കിൽ താൻ ക്ഷമിക്കോ? അതേ അവളും ചെയ്യുന്നുള്ളൂ, അവളെ ഞാൻ ഒരിക്കലും തടയില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ദേവിക പെട്ടിയും കിടക്കൊക്കെ എടുത്ത് ഇറങ്ങുകയാണ്. അപ്പോൾ അതിനുശേഷം ലാസ്റ്റ് നമ്മുടെ ദേവിയെ നന്ദനോട് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്, അതായത് നമ്മൾ വേർപിരിയുകയാണ്, ഇനി എന്നെ കാണാനോ അന്വേഷിച്ച് വരാനോ ഒന്നും നിൽക്കരുത് എന്ന് നമ്മുടെ നന്ദന്റെ മുഖത്ത് നോക്കി പറയുവാണ്. അപ്പൊ നന്ദൻ ആ ഇടിവെട്ടേറ്റ പോലെ നിൽക്കുന്നുണ്ട്. ഈ മണങ്ങനാണെങ്കിൽ ഒന്നും വാതുറന്ന് പറയത്തൂല അല്ലെ. അപ്പൊ എത്രത്തോളം പോകുന്നാവും ഈ ഒരു കഥ? ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇനി വരാൻ പോകുന്ന നമ്മുടെ ദേവികയുടെ നന്ദന്റെ കഥ എന്ന് നമ്മൾക്ക് അറിയണം അല്ലെ. കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.